ഇന്ത്യയിൽ ലഭ്യമായ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, മാധ്യമപ്രവർത്തകർ, കലാകാരന്മാർ, ആക്ടിവിസ്റ്റുകൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കാലാവസ്ഥയുടെ ഉത്കണ്ഠകൾ പങ്കിടുന്ന കഥകൾ, സയൻസ് പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷൻസ്, പരിസ്ഥിതി അവബോധമുണ്ടാക്കുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, അതിനൊക്കെയാണ് ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒപ്പം ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത 2024 2 ബഹുമതികൾ, ഇനി അങ്ങോട്ട് ഇതൊരു പതിവായിരിക്കും. പക്ഷേ ഈ മേഖലയിലെ കഴിഞ്ഞ കൊല്ലത്തെ 2 സുപ്രധാന നേട്ടങ്ങൾക്കുള്ള ബഹുമതികൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യും. അതിന് പേര് കൊടുത്തിരിക്കുന്നത് വളരെ കൗതുകമാണ്. ദ ഗ്രീൻ ബുക്ക് ഓഫ് ദി ഇയർ 2024. അതിൽ ക്യാഷ് പ്രൈസ് ഉണ്ട്. ദ ഗ്രീൻ ബുക്ക് ഓഫ് ദി ഇയർ എന്ന് വെച്ചാൽ പരിസ്ഥിതി അവബോധം ഉണ്ടാക്കുന്ന ഏറ്റവും മികച്ച 2024 പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന് അവാർഡ് കൊടുക്കും. അതിൽ ക്യാഷ് അവാർഡ് ഉണ്ടാകും, ആദരപത്രം, നമ്മുടെ അവാർഡ്, ഈ ബഹുമതി പത്രം, ക്യാഷ് അവാർഡും ഒക്കെയാണ് എൻ്റെ കൂടെ തന്നെ. രണ്ടാമത്തെ ബുക്ക് തീർച്ചയായിട്ടും ഏതായിരിക്കും? ദ ബ്ലൂ ബുക്ക് ഓഫ് ദി ഇയർ. ശുദ്ധജലം, സമുദ്ര ഗവേഷണം. ഒന്ന് ഗ്രീനും ഒന്ന് ബ്ലൂവുമാണ്. ഈ 2 അവാർഡുകളും കൂടി കൊടുക്കുന്നുണ്ട്. അത് ഇനി ഒരു പതിവാവുകയാണ്. അങ്ങനെ ഒരു ചരിത്രം കുറിക്കുകയാണ്. ഈ മേഖലയിൽ 2 പുസ്തകങ്ങൾക്ക് ലോകോത്തരമായ 2 അവാർഡുകൾ നമ്മൾ ഏർപ്പെടുത്തുന്നു. എല്ലാ കൊല്ലവും കൊച്ചിയിൽ തന്നെ ആവണം എന്നില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം, നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊച്ചിയിലായതുകൊണ്ട് കൊച്ചിയിൽ തന്നെ നടക്കുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു പുതിയ ചരിത്രം നമ്മൾ കുറിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.